ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജോലിക്ക് പോകാത്ത ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് ഞാൻ ജോലിക്ക് പോയിട്ടില്ല. ഇന്ന് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ പൂജയാണ് ഗായ്സ്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോകാത്ത. ഇപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ചു അമ്പലത്തിൽ പോയി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്താ നോക്കിയാലോ, ബാ. ഇന്ന് ഇഡലിയാണ് ഗൈസ്. ഞാൻ 3 ഇഡലി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഇതേ മുളകുണ്ട്. പിന്നെ എന്തുവാ ഉള്ളത്, സാമ്പാറുണ്ട് ഗൈസ്. സാമ്പാറും ഉണ്ട്. സാമ്പാർ കുഴപ്പമില്ല ഗൈസ്, നമുക്ക് എന്തായാലും എടുക്കാം. നമുക്ക് മുളക് ഒഴിക്കാം ഗൈസ്. മുളക് കുറച്ച് സാമ്പാർ ഒഴിക്കാം. കൊള്ളാം ഗൈസ്, നല്ല ടേസ്റ്റും ഉണ്ട് ഗൈസ്. ഞാനതൊന്ന് കഴിച്ചിട്ട് നമുക്ക് കാണാം. ബൈ. അങ്ങനെ കഴിച്ച് കഴിഞ്ഞു ഗൈസ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞു ഗൈസ്. ഇവിടെ ഉച്ചത്തേക്കുള്ള ചോറിൻ്റെ അരി തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടെ പിന്നെ ഇതേ സാമ്പാറിനും അവിയലിനുമുള്ള കഷ്ണങ്ങളാണ് ഗൈസ്. ഇവിടെയും ഓരോരോ ഇതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഗൈസ്. ഡാഡി അമ്പലത്തിലോട്ട് കയറുന്നു ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ അമ്പലം. നമ്മുടെ കുടുംബക്ഷേത്രം തന്നെയാണ്. ഇതിവിടെ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ. ഇവിടെ കലശത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഗൈസ്. എന്താ അവിടെയായിട്ടൊരു സർപ്പക്കാവുണ്ട് ഗൈസ്, സർപ്പത്തിൻ്റെ. അപ്പോൾ അവിടെയും ഇന്ന് പൂജ നടന്നുകൊണ്ടിരിക്കുവാണ്. അവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഇനി വീട്ടിൽ പോകണം, കുറച്ച് നേരം ചുമ്മാ ഇരിക്കണം. അത് കഴിഞ്ഞ് ക്ലാസ് ഉണ്ട് ഗൈസ്. അറിയാലോ, ഇന്ന് ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഗൈസ്. ഓൺലൈൻ ക്ലാസ് ഉണ്ട്, കുറച്ച് ഓൺലൈനുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞൊരു ഇപ്പോൾ ഒരു 9 മണിയായി, ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ക്ലാസ് എടുക്കണം. അപ്പോൾ നമുക്കപ്പോൾ കാണാം ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് കടയിൽ പോകണം, അമ്പലത്തിലോട്ട്. മുണ്ടൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ പോയിട്ട് വന്നിട്ട് കാണാം. കൂടെ നമ്മൾ പോണതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ബാ. ആണ് നമ്മുടെ റോഡ്. ഞാൻ വണ്ടിയിലൊന്ന് കയറട്ടെ, അല്ലെങ്കിൽ എന്നെ കയറി പറയും ഗൈസ് നീ പോണ് ഗൈസ്. നമുക്കപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് വരാം. നമ്മുടെ ചേർത്തല KSRTC ബസ് സ്റ്റാൻഡ്. ഇതപ്പോൾ തന്നെ KSRTC തന്നെ പമ്പാണ് ഗൈസ്. KSRTC പമ്പ്. ഇതാണ് KSRTC കാർത്യായനി ദേവി ക്ഷേത്രമാണ് ഗൈസ്. ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രമാണ് ഗൈസ്. ഗൈസ് ഇതാണ് നമ്മുടെ കോടതി. ഏതൊരു കോടതി, ചേർത്തല കോടതിയാണ് ഗൈസ്. ഇവിടുന്ന് ഇതൊക്കെ കണ്ടില്ലേ ഗൈസ്. ഇവിടുന്ന് ഈ റോഡ് അങ്ങോട്ട് പോകുമ്പോഴാണ് ഗൈസ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ ചേർത്തലയിലെ മൈജി ഓപ്പൺ ആയിട്ടില്ല ഗൈസ്. ഇപ്പോൾ നമ്മളെ പോണത് മനോരമാൻ്റെ ബസ്സിലാണ് ഗൈസ്. അവിടുന്ന് ലെഫ്റ്റ് പോകുമ്പോഴാണ് ഗൈസ് മാർക്കറ്റ്, ചേർത്തല മാർക്കറ്റ്. അപ്പം നമ്മൾ മാർക്കറ്റിലൊന്ന് പോകണമായിരുന്നു, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. എനിക്ക് കാൽമുണ്ടില്ല ഗൈസ്, കാൽമുണ്ട് മേടിക്കാൻ പോവുകയാണ്. അതും ഈ സമയത്ത്, ഈ വെയിലത്ത് ഗൈസ്. ഗൈസ് നമ്മുടെ മാർക്കറ്റ് കണ്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ മാർക്കറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കടയിൽ വന്നേക്കോടെ വേറെ എന്തോ സാധനം എടുക്കാനായിട്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം, എന്താ നമ്മൾ മേടിക്കാൻ പോണേന്ന്. ഇത് മരുന്ന് കടയാന്ന് തോന്നുന്നു. നമ്മൾ സാധനം മേടിച്ചിട്ട് ഇറങ്ങി. കശുവണ്ടിയും മേടിച്ചു, കദളിപ്പഴം മേടിച്ചു. അപ്പോൾ ഗൈസിന് നമുക്ക് നാരങ്ങ മേടിക്കാൻ പോവാം. ഇതവിടെ ഒരു നാരങ്ങ കടയുണ്ട് ഗൈസ്. നമുക്ക് നാരങ്ങ മേടിച്ചിട്ട് വരാം. 1 കിലോ നാരങ്ങയ്ക്ക് 60 രൂപയുള്ളപ്പോൾ ഞാൻ 1 കിലോ നാരങ്ങ എടുക്കുവാണ്. നാരങ്ങ വെള്ളം കലക്കാനാണ് ഗൈസ്. ഇല്ല, ആ ചേട്ടൻ അവിടെ നിന്ന് പൈസ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഗൂഗിൾ പേ എടുക്കത്തില്ലെന്ന് പറഞ്ഞു ഗൈസ്. അതുകൊണ്ട് ക്യാഷുമായിട്ട് വരുന്നുണ്ട്. മുണ്ട് മേടിക്കാനുണ്ട്, പോയി മുണ്ട് മേടിച്ചിട്ട് വരാം ഗൈസ്.
നാരങ്ങ മേടിച്ചു ഗൈസ്, നാരങ്ങ മേടിച്ചു. നമുക്ക് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്താൽ നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുന്നത്. ചെറിയ റോഡാണ് ഗൈസ്. ഗൈസ് പ്രൈവറ്റ് സ്റ്റാൻഡ് ഇതാ ഗൈസ്. നമ്മൾ വന്നേക്കണ കട, പൂ മേടിക്കാൻ വന്ന കട കല്യാൺ പൂക്കട, ചേർത്തല ഗൈസ്. അമ്പലത്തിലേക്ക് മുല്ലയും 2 താമര മേടിച്ചു ഗൈസ്. 2 താമര മേടിച്ചു, 2 മുല്ല മേടിച്ചു ഗൈസ്. മുല്ല നമ്മള് മുണ്ട് മേടിക്കാൻ മുണ്ട് മേടിച്ചിട്ടില്ല ഗൈസ്. മുണ്ട് മേടിക്കണം. കടയിലാണ് ഗൈസ് വന്നത്. കട തുറന്നതേ ഉള്ളൂ ഗൈസ്. നമുക്ക് എന്തായാലും കയറി നോക്കാം ഗൈസ്. നമുക്ക് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരാം. നമ്മളിത് ഇവിടെ വണ്ടി വെച്ചു. ഇനി അകത്തേക്ക് പോയിട്ട് വരാം ഗൈസ്. എന്താവോ എന്തോ, മുണ്ടൊക്കെ നോക്കിയിട്ട് വരാം ഗൈസ്. നമുക്കിനി കുറച്ച് അകത്തെ കാഴ്ചകൾ കാണാം ഗൈസ്. ഗൈസ് ഇതാ ഗൈസ് കട. ഇവിടെ കുറേ ഡ്രസ്സൊക്കെ ഇട്ട് ഗൈസ്. വില കൂടുതലായതുകൊണ്ട് മേടിക്കുന്നില്ല ഗൈസ്. ഞങ്ങൾ മുണ്ട് നോക്കാൻ വന്നതാണ് ഗൈസ്. ഇവിടെ കുറേ മുണ്ട് സെറ്റ് ഉണ്ട് ഗൈസ്. ഇതിൻ്റെ അകത്ത് നിന്ന് കാവ്യ എടുക്കണം ഗൈസ്. മുണ്ട് മേടിച്ചു ഗൈസ്. 4 എണ്ണം മേടിച്ചു. നമുക്കിനി പോയി ബില്ലടിക്കാം. അപ്പം നമ്മൾ മുണ്ട് മേടിച്ചു. ഇനി നമുക്ക് പോവാം. നമ്മൾ വന്ന പണി കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിൽ പോവാം. കടയിൽ വന്നേക്കുവാണ് ഗൈസ്. ഒരു സോഡയും ഒരു സ്പ്രൈറ്റും മേടിക്കാനായിട്ട്, നാരങ്ങ കലക്കാനായിട്ട് ഗൈസ്. ചേട്ടൻ അവിടെ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുവാണ്. ഗേൾസ് സ്കൂള്, നമ്മുടെ ചേർത്തലയിലെ ഒരു സ്കൂളാണ്. ഇവിടെയാണ് ഗൈസ് നമ്മുടെ കോട്ടയം പോണ വണ്ടികളൊക്കെ നിർത്തിയിടുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. നമുക്ക് അമ്പലത്തിൽ പോകാം ഗൈസ്. ഇന്ന് കിട്ടും ഗൈസ്. അമ്പലത്തിൽ പോവാം. അമ്പലത്തിൽ പൂജ നടന്നുകൊണ്ടിരിക്കുവാണ് ഗൈസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. അമ്പലത്തിൽ പൂജയാണ് ഗൈസ്. കലശം നടക്കുവാണ് ഗൈസ്. നമുക്ക് കലശം ചെയ്യാൻ പോവാണ്. ഇവിടെ വിളക്ക് കത്തിക്കുന്നു ഗൈസ്. ഒരു ഉച്ച വരെയുള്ള വ്ളോഗ്. ഉച്ച ആയിട്ടില്ല ഇത്രേ. ബാക്കി ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ വന്നതായിരിക്കും. അപ്പം അത് മിസ്സാകാതിരിക്കാൻ ഉടനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ട് കാണാം.